ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഒടുവിൽ രാജസ്ഥാൻ റോയൽസിനെ പോലെ ഡൽഹി ക്യാപിറ്റൽസും IPL തങ്ങളുടെ പ്രൈമറി ഹോം ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്, ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക്. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ 2 ഹോം മത്സരങ്ങൾ അസമിലെ ഗുവാഹത്തിയിൽ കളിച്ചതുപോലെ ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിൽ അവരുടെ 2 ഹോം മത്സരങ്ങൾ കളിച്ചത് വിശാഖപട്ടണത്താണ്. അതുകൊണ്ടാണ് അവർ ഡൽഹിയിലേക്ക് എത്താൻ താമസിച്ചത്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ സീസണെ പറ്റി പറയുകയാണെങ്കിൽ അവർ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിലെ ഒരേ ഒരു അൺബീറ്റൺ സൈഡാണ് അവർ. ഒരുവിധം എല്ലാ ബേസസും കവർ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ ഫോം ഔട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്പണറായ ജേക്ക് ഫ്രേസർ മഗ്ഗർക്ക് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മഗ്ഗർക്ക് വളരെ മികച്ച തുടക്കങ്ങളാണ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിന് നൽകിയത്. പക്ഷേ ഈ സീസണിൽ, പ്രത്യേകിച്ച് ആ ഒരു IPL സീസണിന് ശേഷം മറ്റ് കളിച്ച ടൂർണമെന്റുകളിലായാലും മഗ്ഗർക്കിന് ആ ഒരു ഫോം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സീസണിലേക്ക് വന്നപ്പോഴും ഒരു കഴിഞ്ഞ സീസണിൽ കളിച്ച ആ ഒരു മഗ്ഗർക്കിന്റെ ഒരു ഷാഡോ മാത്രമാണ് ഈ സീസണിലുള്ളത്. പിന്നെ നമ്മൾ RCBയുടെ ഫിൽസോൾട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് മഗ്ഗർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളിൽ നിന്ന് നമ്മൾ ഫെയിലിയേഴ്സും പ്രതീക്ഷിക്കണം. തൻ്റെതായ ദിവസത്തിൽ ഏതൊരു ഒപ്പോണന്റ് ബോളിംഗ് യൂണിനെയും നിർദാക്ഷിണ്യം അടിച്ചു പറത്താൻ കഴിവുള്ള ഒരു താരമാണ് മഗ്ഗർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി മാനേജ്മെന്റ് മഗ്ഗർക്കിനെ ഇങ്ങനെ ബാക്ക് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള താരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാഫ് ഡുപ്ലസി നല്ല ഫോമിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഒരു ഇഞ്ചുറി ഇഷ്യൂ കാരണം ഒരു മത്സരത്തിൽ കളിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ ഒരു ഡൈവിംഗ് ക്യാച്ചിന് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഇഷ്യൂ പറ്റുകയും ചെയ്തു. പിന്നീട് ഒരു 12 ഓവറോളം ഫീൽഡ് ചെയ്തില്ലായിരുന്നു. പിന്നീട് ബാറ്റിംഗിന് വന്നിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചെറിയൊരു ഇഞ്ചുറി സ്കെയർ നിലനിൽക്കുന്നുണ്ട്. ഡുപ്ലസി ഫിറ്റ് ആണെങ്കിൽ ഡുപ്ലസി തന്നെ ഓപ്പൺ ചെയ്യും. ഇനി ഡുപ്ലസിക്ക് ഈ മത്സരം കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി KL രാഹുൽ മിഡിൽ ഓർഡറിൽ നിന്ന് ഓപ്പണിംഗിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. KL രാഹുലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നമ്മൾ കണ്ടത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. പ്രോപ്പറായിട്ട് പേസ് ചെയ്ത് തുടക്കത്തിൽ ആ ഒരു ട്രിക്കി ഫേസ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ നല്ല എക്സ്പ്ലോസീവ് ഒരു ഇന്നിങ്സ് ആണ് ആ ഒരു ഇന്നിങ്സിന്റെ സെക്കൻഡ് ഹാഫിൽ രാഹുൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ അതിന് തൊട്ട് മുൻപത്തെ മത്സരത്തിൽ ചെന്നൈക്കെതിരെ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ആണ് രാഹുൽ കളിച്ചത്. അപ്പോൾ രാഹുൽ കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ LSDയിൽ കളിച്ച രാഹുലിനെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉള്ള, കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലുള്ള രാഹുലിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവരുടെ ടീമിലുള്ള അഭിഷേക് പോറലായാലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അശുതോഷ് ശർമ്മയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ മത്സരത്തിൽ തോറ്റു എന്ന് കരുതിയെടുത്ത് നിന്നാണ് അശുതോഷ് ശർമ്മ ആ മത്സരം DC വിജയിപ്പിച്ചത്. പിന്നെ ഇവരുടെ ടീമിൽ തന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്തൊരു പ്ലെയറാണ് വിപ്രശ് നിഗം. ബോളിംഗിലായാലും ബാറ്റിംഗിലായാലും മികച്ചൊരു പ്ലെയറാണ് വിപ്രശ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. അതിന് മുമ്പ് ചെപ്പോക്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ DCയെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഫൈൻഡ് ആണ് വിപ്രശ് നിഗം എന്ന് പറയുന്നത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ മത്സരത്തിൽ അടി കൊണ്ടു. കാരണം ഫിൽസോൾട്ട് അത്രയും ഒരു ഡെവസ്റ്റേറ്റിംഗ് രീതിയിലാണ് മിച്ചൽ സ്റ്റാർക്കിനെ അറ്റാക്ക് ചെയ്തത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്കിന് വളരെ നല്ലൊരു ടൂർണമെന്റ് ആണ്. വളരെ നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് മിച്ചൽ സ്റ്റാർക്ക് ബോൾ ചെയ്യുന്നത്. പിന്നെയുള്ളവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് ആയ മുകേഷ് കുമാർ ആയാലും മോഹിത് ശർമ്മ ആയാലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുൽദീപ് യാദവ് വളരെ മികച്ച ഫോമിലാണ് ബോൾ ചെയ്യുന്നത്. അക്ഷർ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ അടി കൊണ്ടു. പക്ഷേ അക്ഷർ പട്ടേലിന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ. അക്ഷർ പട്ടേൽ ബോളിംഗിലായാലും ബാറ്റിംഗിലായാലും ഇപ്പോൾ DCക്ക് വേണ്ടി ക്യാപ്റ്റൻസിയിലായാലും വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു റയർ ബ്ലിപ്പാണ്. ഇപ്പോൾ ഫിൽസാൾട്ട് ആയാലും പിന്നീട് ടിം ഡേവിഡ് ആയാലും അക്ഷർ പട്ടേലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. കുൽദീപ് യാദവ് ഈ സീസണിൽ വളരെ മികച്ച രീതിയിലാണ്. ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും നല്ല ഇക്കോണമി റേറ്റിൽ ബോൾ ചെയ്യാനും അതുപോലെ വിക്കറ്റ് എടുക്കാനും കുൽദീപ് യാദവിന് കഴിഞ്ഞു. പിന്നെ ഇവർക്കുള്ളത് നടരാജൻ ഇതേവരെ ഇഞ്ചുറിന്ന് ഫുള്ളി റിക്കവർ ആയിട്ടില്ല. നടരാജൻ ഇഞ്ചുറിന്ന് റിക്കവർ ആവുകയാണെങ്കിൽ ഇവരുടെ ടീമിലേക്ക് തിരികെ എത്തും. അപ്പോൾ അങ്ങനെ ഫുള്ള് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഗ്ഗർക്കിന്റെ ഫോം മാത്രമാണ് ഇവരുടെ സൈഡിൽ ചെറിയൊരു ഇഷ്യൂ എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സീസൺ അവർക്ക് ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള തുടക്കമല്ല കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേവരെ 5 മത്സരങ്ങൾ കളിച്ചു. അതിൽ ഒരു മത്സരം മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. എന്നിരുന്നാലും നമ്മൾ ആ ടീം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ മുംബൈ ഇന്ത്യൻസ് സൈഡിൽ കാണാൻ സാധിക്കില്ല. ഇവരൊരു മാച്ച് വിന്നിംഗ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ടീം നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ, റിക്കിൾട്ടൺ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ഉണ്ട്, നമ്മുടെ തിലക് വർമ്മയുണ്ട്, വിൽ ജാക്സ് ഉണ്ട്, നമാൻദർ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, അതുപോലെ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ട്രെന്റ് ബോൾട്ട് ഉണ്ട്, ദീപക് ചഹാർ ഉണ്ട്, സാന്നർ ഉണ്ട്, പിന്നെ നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതായത് വിഘ്നേഷ് പുത്തൂർ ഉണ്ട്, അശ്വിനി കുമാർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം 10ാമത് കിടക്കുന്ന ടീമാണ് ഇപ്പോൾ CSK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു ഇതല്ല. അതായത് ഏത് പ്ലെയറിനെ ട്രൈ ചെയ്യും, അതായത് ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉണ്ടോ, ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ മുംബൈ ഇന്ത്യൻസിനില്ല. അത് തന്നെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകരെ സംബന്ധിച്ച് കൂടുതൽ നിരാശ പകരുന്നത്. ഇപ്പോൾ CSKയുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ഓപ്ഷൻ തന്നെ നല്ലൊരു ഓപ്ഷൻ അല്ല. അവർക്ക് വേണ്ടി മാച്ച് വിന്നേഴ്സ് ഒന്നും അധികം ടീമിലില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടീമാണ്. അതായത് ഒരുമിച്ച് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈ സീസണിലെ കിരീടം നേടാൻ പ്രാപ്തിയുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എന്നിട്ടാണ് അവർ ഇപ്പോൾ ഒരു 4 മത്സരം തോറ്റിരിക്കുന്നത്. അതിൽ 2 മത്സരം വളരെ ക്ലോസ് ഗെയിമാണ്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഹിറ്റ്സ് അവേ ആയിരുന്നു, ഒരു 2 ഹിറ്റ്സ് അവേ ആയിരുന്നു ഇവർ 2 മത്സരങ്ങളിൽ. അതായത് ഒരു 2 6 കൂടി ആ ഒരു ക്ലോസ് ആയിട്ട് വന്ന 2 മത്സരങ്ങളിൽ അടിച്ചിരുന്നെങ്കിൽ അവർ ആ 2 മത്സരങ്ങളും ജയിച്ചേനെ.
അപ്പോൾ ഒരു പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്ത് നിന്ന് ഒരു ടോപ്പ് 5ലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തണം. പക്ഷെ ഒരു ടീം കോമ്പിനേഷനിലെങ്ങും ഒരുപാട് തല പുകയ്ക്കേണ്ട ഒരാവശ്യം നിലവിൽ മുംബൈ ഇന്ത്യൻസിനില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ തിലക് വർമ്മയെ 1 ഡൗൺ സ്ലോട്ടിൽ ഇടുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി, അതായത് സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആയിരുന്നു അന്ന് 1 ഡൗൺ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ തിലക് വർമ്മ ചെന്ന് സൂര്യകുമാർ യാദവിനോട് ചോദിച്ചു, ഞാൻ 1 ഡൗൺ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. സൂര്യ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചാണ് തന്റെ ക്യാപ്റ്റൻ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് തിലക് വർമ്മ മറുപടി നൽകിയത്. അതുകൊണ്ട് തിലക് വർമ്മയെ 1 ഡൗൺ തന്നെ ഇറക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സീസണിൽ നമ്മുടെ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യത്തെ മത്സരമാണ്. ഇതൊരു റൺ ഒഴുകുന്ന പിച്ചാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ 2 ടീമുകളും ഇവിടെ ഏറ്റുമുട്ടിയപ്പോൾ 500 റൺസിന് മുകളിലാണ് പിറന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 2 ടീമുകളും ഫോം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡൽഹി ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് കളിക്കുന്ന ടീമാണ്. അതുപോലെ കൂറ്റൻ സ്കോർ നേടാൻ കെൽപ്പുള്ള ഒരു ടീം തന്നെയാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ രീതിയിൽ തന്നെയാണ് ഈ വർഷവും പിച്ചും ഔട്ട്ഫീൽഡും ഒക്കെ ഉള്ളതെങ്കിൽ ഒരു റൺമഴ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ടൂളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ ഫാഫ് ഡുപ്ലസിയുടെ ആ ഒരു ഇഞ്ചുറി സ്കെയർ മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് ഉള്ളത്. ഫാഫ് ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഫാഫ് തന്നെ ഓപ്പൺ ചെയ്യും. ഇനിയില്ല ഫാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ KL രാഹുൽ ഓപ്പൺ ചെയ്തിട്ട് സമീർ റിസ്വി മിഡിൽ ഓർഡറിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നടരാജൻ ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ മോഹിത് ശർമ്മയ്ക്ക് വരെ നടരാജൻ ടീമിലേക്ക് എത്തിയേക്കാം. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിലും ചേഞ്ചസിന് സാധ്യതയില്ല. ഇനി തിലക് വർമ്മയെ ഒരു 1 ഡൗണിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ വിൽ ജാക്സിന് പകരം മറ്റൊരു പ്ലെയർ അവിടെ ആഡ് ചെയ്യപ്പെട്ടേക്കാം. അത് മാത്രമേ ഒരു ചേഞ്ചിന് ഞാൻ സാധ്യത കാണുന്നുള്ളൂ. ഞാനിന്ന് എൻ്റെ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ ആയി പറയുന്നത് 2 ഓപ്പണേഴ്സിനെയാണ്. അതായത് ഫോം കണ്ടെത്താനായി വിഷമിക്കുന്ന 2 ഓപ്പണേഴ്സ്. മുംബൈ ഇന്ത്യൻസ് സൈഡിൽ നിന്ന് രോഹിത് ശർമ്മ, ഡൽഹി ക്യാപിറ്റൽ സൈഡിൽ നിന്ന് ജേക്ക് ഫ്രേസർ മഗ്ഗർ. ഇവരിൽ ആരായിരിക്കും ആ ഒരു ലീൻ ബാച്ചിൽ നിന്ന് ആദ്യം പുറത്തെത്തുന്നതെന്ന് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ സീസണിലെ തുടർച്ചയായി 5ാം വിജയം സ്വന്തമാക്കാൻ ഡൽഹി ക്യാപിറ്റൽസിനാവുമോ? അതോ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.